വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 48-ാം തിരുലിഖിതം. രക്തസ്രാവക്കാരി സ്ത്രീ കയ്യിലുള്ള മുഴുവനും ചെലവഴിച്ചു, ഡോക്ടർമാർക്ക് കൊടുത്തു, എന്നിട്ടും രോഗം സുഖപ്പെട്ടില്ല. അപ്പൊ അതിൻ്റെ വിശ്വാസം വർദ്ധിച്ച് അത് പറഞ്ഞു, ഞാൻ പോയി യേശുവിനെ വസ്ത്രാഞ്ചലത്തിൽ ഒന്ന് തൊട്ടാൽ മതി, അപ്പം തന്നെ എൻ്റെ രോഗം മാറും. വിശ്വാസത്തിൽ കണ്ടു. ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ പോകുന്നു, യേശുവിനെ തൊടുന്നു. ആ സമയത്ത് അത്ഭുതങ്ങൾ നടക്കുന്നു. വിശ്വാസത്തിൽ കണ്ടു. തലേ ദിവസങ്ങൾ അങ്ങനെ ആ ദിവസം വന്നു, യേശുവിൻ്റെ അടുത്തെത്തി. വിശ്വാസത്തോടെ പോയി. അനേകം പേര് തിക്ക് തിരക്ക് കൂട്ടി നിൽക്കുകയാണ്. വിശ്വാസത്തോടെ പോയി ഒന്ന് തൊട്ടു, സൗഖ്യം പ്രാപിച്ചു. ബാക്കി ആരും സൗഖ്യം പ്രാപിച്ചില്ല. ഈ സഹോദരി മാത്രം സൗഖ്യം പ്രാപിച്ചു. അതിനുശേഷം ഈശോ ഈ മകളോട് പറയുന്ന വാക്യാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഈശോ മകളോട് പറയണത്? മകളെ, നിന്റെ ദൈവം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകുവീൻ. അങ്ങനെയാണോ പറഞ്ഞത്? മകളെ, ഞാൻ നിന്നെ രക്ഷിച്ചു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിട്ടുണ്ട്, നീ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്, നിനക്ക് എൻ്റെ കൃപയുണ്ട്, നീ പൊയ്ക്കോ, സമാധാനത്തിൽ പോയിക്കോ, നിന്റെ രോഗം ഞാൻ സുഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണോ പറഞ്ഞത്? എന്താണ് യേശു പറഞ്ഞത്? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ സമാധാനത്തോടെ പോവുക. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് ദൈവപുത്രനായ യേശു പറഞ്ഞത്. യേശു വിശ്വാസത്തിന് അത്രമാത്രം വിശ്വാസ ദൃഷ്ടി കൊണ്ട് കണ്ട് പ്രതീക്ഷാ നിർഭരമായ വിശ്വാസത്തോടെ പോയി അത് ക്ലെയിം ചെയ്ത് അത് സ്വന്തമാക്കുന്നതിനെ യേശു വചനം കൊണ്ട് അംഗീകരിച്ച് സ്ഥാപിക്കുകയാണ്. അതായത് സുവിശേഷം 8-ാമത്തെ അധ്യായം 13-ാം തിരുലിഖിതം. ശതാധിപൻ യേശുവിൻ്റെ അടുത്ത് വരികയാണ്. ശതാധിപന്റെ ഭൃത്യൻ രോഗം പിടിപെട്ട് വീട്ടിൽ കിടക്കുകയാണ്. വിശ്വാസത്തോടെ ശതാധിപൻ യേശുവിൽ നിന്ന് സൗഖ്യം സ്വീകരിക്കുകയാണ്. അപ്പോൾ യേശു ശതാധിപനോട് പറയുന്ന ഭാഗമാണ് മാത്യു 8-ാം അധ്യായം അതിൽ 13-ാമത്തെ തിരുലിഖിതം. വായിച്ചു നോക്കിയേ. യേശു ശതാധിപനോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നീ എന്താണോ വിശ്വസിച്ചത്, നീ എന്താണോ നീ വിശ്വാസത്തോടെ കണ്ടത്, അതുപോലെ നിനക്ക് ഭവിക്കും. ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു. യേശുവിൻ്റെ അടുത്തേക്ക് വരുന്ന എല്ലാവരെയും യേശു മാനിക്കുന്നില്ല പറഞ്ഞാൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ജനക്കൂട്ടമായി കൂട്ടത്തിലൊക്കെ നടക്കാനൊക്കെ അനുവാദമുണ്ട്. അങ്ങനെ കൂട്ടം കൂടി തീനിച്ച കൂട്ടം നടക്കണ പോലെയൊക്കെ നടക്കാം. എന്നാൽ ആരാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്? ഈ ശതാധിപനും ആ രക്തസ്രാവക്കാരി സ്ത്രീക്കുണ്ടായിരുന്ന ആ അനുഗ്രഹം പ്രാപിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് കർത്താവ് എടുത്തു പറയുന്നുണ്ട്. കർത്താവ് പറയാണ്, നീ എന്താണോ വിശ്വസിച്ചത്, നീ എന്താണോ കണ്ടത്, നീ എന്താണോ ക്ലെയിം ചെയ്തത്, അതുപോലെ നിനക്ക് ഭവിക്കട്ടെ, അതേപോലെ നിനക്ക് കിട്ടും.